ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ അതാ ഒരുപാട് നാൾക്ക് ശേഷം ഞാനൊരു പുതിയ ലെങ്തി വീഡിയോയുമായി എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ ഇന്നൊരു വലിയ വിശേഷമാണ്. എനിക്ക് അത്രയും വേണ്ടപ്പെട്ട, അല്ലെങ്കിൽ എന്നെ ഞാൻ ബ്ലോഗറാണ് എന്ന് പറഞ്ഞ് അബുദാബി അവന് പറയാൻ പറ്റുന്നിടത്തോ അത്രയും പറഞ്ഞറിയിച്ച് എന്നെ ഫേമസ് ആക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കുഞ്ഞനന്തരവനാണ് കേട്ടോ. അതായത് എൻ്റെ സഹോദരൻ്റെ മോൻ. മാമി എന്നെ വിളിക്കാൻ വരണം, വീഡിയോ എടുക്കണം എന്നൊക്കെ എപ്പോഴും വിളിക്കുമ്പോഴൊക്കെ പറയുമായിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല. അതിനു വേണ്ടി പകരമായിട്ട് ഞാൻ താത്താടെ മോനെ കൊണ്ട് ഞാൻ വീഡിയോ എടുപ്പിച്ചാവും വരുന്നത്. അപ്പൊ അതൊക്കെയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്. ഇപ്പൊ എന്താ അവര് നമ്മുടെ വീട്ടിൽ വന്നു, പിറ്റേന്ന് എന്നെ വീട്ടിലെത്തി. അപ്പൊ ഇന്നത്തെ നമ്മുടെ താരം റയാനാണ്. അപ്പോൾ റയാൻ നമ്മുടെ വീട്ടിലെത്തിയ വിശേഷങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. ഓക്കെ, നമ്മൾ 3 പേരാണ്. ഞാൻ രണ്ടാമത്തെ ആളാണ്. എനിക്കൊരു താത്തയുണ്ട്. താത്തായെ ഞാൻ കഴിഞ്ഞ ഷോർട്സ് വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു. അതുപോലെ തന്നെ പിന്നെ എൻ്റെ ഇളയതാണ് ഇവൻ ഫഹദ്. അപ്പോൾ അവൻ്റെ ഒരേ ഒരു മോനാണ് റയാൻ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആകപ്പാടെ എന്താ ഒരു മരുമകൻ സ്ഥാനം എന്ന് പറയാനായിട്ട് അവൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല കേട്ടോ. ആകപ്പാടെ ഒരേ ഒരു അനന്തരവനാണെന്ന് എനിക്ക് പറയാം. ചുരുക്കി പറയുകയാണെങ്കിൽ കുറേ ദിവസമായിട്ട് റയാൻ മോന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു നമ്മൾ. ഞാൻ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും. റയാന് മാത്രമല്ല കേട്ടോ, ബ്രദറും അതുപോലെ ബ്രദറിൻ്റെ വൈഫായ ആയിഷ, എല്ലാവരെയും കാത്തിരുന്നു. എന്നാലും റയാൻ മോൻ നമുക്കൊരു എന്താണ് സ്പെഷ്യലായിരുന്നു എന്ന് വേണം പറയാൻ. സ്പെഷ്യലാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറേ ഓർമ്മകളൊക്കെ അയവിറക്കി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ ചിരിച്ചു. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്ത് കേട്ടോ. രാത്രി ഒരു മണി വരെ നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. എത്ര വേഗത്തിലാ സമയം പോകുന്നത്. ദിവസങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാ വയസ്സിങ്ങനെ എത്രയും കടന്നു പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയാണ് എനിക്ക് എപ്പോഴും. മാരേജ് കഴിഞ്ഞതായാലും മക്കളായതായാലും എന്താ പറയാ, ഇത്രയൊക്കെ എത്ര വേഗം പോയെന്ന് കൂടെ ഞാൻ ആലോചിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 3 പേരും 3 പണ്ട് 3 പേരും കൂടി എന്തെല്ലാം കുറുമ്പുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വീട്ടിൽ, തല്ലുകൂടിയിട്ടുള്ളത്. കുറേയേറെ രസകരമായ എന്തെല്ലാം അനുഭവങ്ങൾ. കുറേയേറെ കുട്ടികളായിരിക്കുമ്പോൾ സഹോദരങ്ങളായിരിക്കുമ്പോൾ തല്ലുകൂടിയിട്ടുള്ള കരച്ചിലുകളും അങ്ങനെ എന്താ പിണക്കങ്ങളും എന്താ പറയാ പരിഭവങ്ങളും എല്ലാം കൂടെ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അതിപ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞ് ചിരിച്ചു കുറേ. അൽഹംദുലില്ലാ. അപ്പോൾ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന വാച്ചാണ് കേട്ടോ ഇത്. അപ്പോൾ അവൻ തന്നെ എനിക്ക് കയ്യിലൊക്കെ കെട്ടിത്തരികയാണ്. അങ്ങനെ പിന്നെ ഇപ്പോൾ അവർ പോവാനിറങ്ങി. റയാൻ മോന് വീണ്ടും നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർ വന്നതിൻ്റെതായ തിരക്കുകൾ അവർക്കുണ്ട്. നാട്ടിലെത്തിയതിൻ്റെതായ ഒരുപാട് തിരക്കുകളുണ്ട്. അതുകൊണ്ട് പോകാതെ വയ്യ. ഫഹദിൻ്റെ വൈഫിൻ്റെ പേര് ആയിഷ എന്നാണ്. അപ്പോൾ ആയിഷയുടെ വീട്ടിലൊക്കെ പോകാനുണ്ട്. അവരുടെ ബന്ധുക്കളെയും ഒക്കെ മീറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് അവരിതാ പോവുകയാണ്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഗൈസ്, ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഓരോരുത്തരോടും എൻ്റെ വലിയ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. ഇൻഷാ അള്ളാ ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ദുആയും എനിക്ക് ആവശ്യമാണ്. അപ്പോൾ ഇനിയും അത് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.